ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഒരു പാർട്ട് 2 ആണിത്. ബിക്കോസ് അതിൽ ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ട്രാൻസ്ഫോർമേഷൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് ഇത് ഞാൻ കീപ്പ് ഓൺ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് തിങ് നമ്മൾ ഒരു വുഡൻ കോംബ് യൂസ് ചെയ്യുക. ഞാൻ അതാ യൂസ് ചെയ്യുന്നത്, ഒരു വുഡൻ കോംബ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹെയർ ഡീടാങ്കിൾ ചെയ്യുക. അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കൂടി കാണിച്ചു തരാം. വീട്ടിൽ യൂസ് ചെയ്യണേ, കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഹെയർ സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും അറിയാം ഗൈസ്, അടിപൊളി സിറാണ്. അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 300 ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് ട്രീറ്റഡ് ഹെയറിലേക്ക് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത്ര കൊണ്ട് കിട്ടാറില്ല. പക്ഷെ ട്രീറ്റഡ് ഹെയറിൽ യു ക്യാൻ സീ ദ ഷൈനിങ്. നിങ്ങളൊരു സിറം യൂസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട അതായത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പം ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും കേട്ടോ. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഷാമ്പു ചെയ്യുമ്പോൾ നിങ്ങളത് സ്കാൽപ്പിലും റൂട്ടിലും മാത്രം ഷാമ്പു അപ്ലൈ ചെയ്യുക. നന്നായിട്ട് അത് മസാജ് ചെയ്തിട്ട് അത് വാഷ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ നിങ്ങളെ ഹെയറിൻ്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുക. അത് കുറച്ച് നേരം അവിടെ വെക്കുക. എന്നിട്ട് വേണം വാഷ് ഔട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യാറുള്ള വേറൊരു ഹെയർ കെയർ, അതായത് ഞാൻ വീട്ടിൽ ചെയ്യാറുള്ള ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേർഡ്, റോസ്മേരി എസെൻഷ്യൽ ഓയിലും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാരിയർ ഓയിൽ, അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ എന്തെങ്കിലും ആവാം, അതും കൂടി 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ തലയിൽ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് വാഷ് ഔട്ട് ചെയ്യുക. കേർഡ് ഒരു ബെസ്റ്റ് കാര്യമാണ് നിങ്ങൾക്ക് ഹെയറിൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ ഡാൻഡ്രഫ് കുറയ്ക്കും. അതുപോലെ നിങ്ങളെ ഹെയർ കുറച്ചുകൂടി സിൽക്കി സ്മൂത്തി ആക്കാൻ കേർഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലവർ പറയുന്നുണ്ട് വേഗം ഗ്രേ ആവുന്നൊക്കെ, പക്ഷേ അതെനിക്കറിയില്ല, ആവില്ല വിചാരിക്കും. കാരണം ഞാൻ ഒരുപാട് ഇതിൽ വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേർഡ് ഒരു നല്ല ഹെയറിൽ വളരെ നല്ലതാണ് കേർഡ്. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസും ഉണ്ട്. സോ നിങ്ങൾ കേർഡ്, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നിങ്ങളെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാരിയർ ഓയിൽ, നിങ്ങൾ എന്ത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണേൻ്റെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് 3 കൂടി ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിക്ക് ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളെ ഹെയറിൽ അധികം ഹീറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ നിൽക്കുക. എനിക്കത് യൂസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ ഫ്രീക്വൻ്റ്ലി അത് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കാറുണ്ട്, പക്ഷേ എന്നാലും അത് ഡെയിലി യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മളെ ഹെയർ ഫ്രീ ആയിട്ടിട്ടിട്ട് അത് എയർ കൊണ്ട് തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ സാറ്റേൺ സ്ക്രഞ്ചീസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഹെയർ ബ്രേക്കേജ് കുറയ്ക്കും. നമ്മളല്ലാത്ത റബ്ബർ ബാൻഡൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക അറിയില്ല, എങ്ങനെയാണ് നിങ്ങളെ ഹെയറിന് എന്നൊക്കെ അറിയില്ല. പക്ഷെ നിങ്ങളൊരു സാറ്റേൺ സ്ക്രഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഹെയർ കുറച്ചും കൂടി ബ്രേക്കേജ് കുറച്ചിട്ട് കിട്ടും. പിന്നെ ഈ ഹെയറിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നത് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കൊരു സ്പാ ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇടയ്ക്കൊരു സ്പാ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളെ ഹെയറിന്. യൂസ് ചെയ്യുന്ന ഷാമ്പൂ സൾഫേറ്റ് ഫ്രീ ആവാൻ ശ്രമിക്കുക. ഇങ്ങനെ ട്രീറ്റഡ് ഹെയറിൽ സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കും മിക്കതും നിങ്ങൾ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ഹെയർ കുറേ കാലത്തേക്ക് കിട്ടും. പിന്നെ ഇത് ഏതാ ഹെയർ കട്ട് എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർഫ്ലൈ ലേയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബാങ്ക്സ് ഒക്കെ വെച്ച് ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ് അടിച്ചിട്ടുള്ളത്. അത് ഞാൻ വെഞ്ചറ ബ്യൂട്ടി സലൂണിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര ഹെയർ വാഷാണ് കിട്ടുക അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഒരുപാട് ഹെയർ വാഷ് ചെയ്യാതെ നോക്കുക. ഞാനൊക്കെ വീക്ക്ലി 2 ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളായിരിക്കും ഇവള് കുളിക്കാറില്ല. സത്യം പറഞ്ഞാൽ അത് ചെയ്യാറില്ല, വല്ലപ്പോഴും. ഹെയർ വാഷ് ഞാൻ വെനസ്ഡേയും സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ചെയ്യാറ്.
ബാക്കി ദിവസം അങ്ങനെ ഹെയർ വാഷ് ഞാൻ ചെയ്യാറില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് എൻ്റെ ഹെയർ ഉണ്ടാവില്ല എന്നുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഭയങ്കര എന്നാലും നിങ്ങൾ ആരും കുളിക്കാതെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് കുളിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുളിക്കുക, നിങ്ങൾക്ക് കുളിക്കാൻ മടിയാണെങ്കിൽ കുളിക്കേണ്ട, അതൊക്കെ നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹെയർ അധികം വാഷ് ചെയ്യാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഹെയർ ട്രീറ്റ്മെൻറ്റ് കുറേ കാലത്തേക്ക് കിട്ടും.